40 വർഷത്തിലധികമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ പല അഴിമതിയും നടത്തി, പല അഴിമതിക്കഥകളും പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ ഇനി പുറത്തു വരാനിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ BJP അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചടിയാകില്ലേ? തീർച്ചയായിട്ടും. ഇനി ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിനുണ്ടാകുകയില്ല. കാരണം അത്രയ്ക്ക് ദുർഭരണമായിരുന്നു ഈ 45 വർഷത്തെ ഭരണം. കാരണം അവർക്കറിയാം അവർക്ക് പ്രതിയോഗികളില്ല എന്നുള്ള രീതിയിലുള്ള പോക്കായിരുന്നു. ഇപ്പോഴും പല ഇടതുപക്ഷ സുഹൃത്തുക്കൾ കണ്ടപ്പോഴും BJP ഒന്നും വരില്ല രാഷൻജി, താമരയൊക്കെ പൊഴിഞ്ഞു പോകും, അതിന് വളക്കൂറുള്ള മണ്ണൊന്നുമല്ല തിരുവനന്തപുരത്തെ മണ്ണ്, പിന്നെ വല്ല കുളത്തിലോ വല്ലും ക്ഷേത്രകുളങ്ങളിലുള്ള താമര മാത്രമേ വിരിയുള്ളൂ എന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. അത് മുതിർന്ന നേതാക്കൾ വരെ ആക്ഷേപിച്ചു. നമ്മളെ ബഹുമാനപ്പെട്ട മുൻ ഡിഫൻസ് മിനിസ്റ്റർ ആൻ്റണി വരെ താമര വാടിപ്പോകുമെന്ന് പറഞ്ഞു, അതിനുള്ള ചേറ് കുളത്തിനകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിപരീത ഫലമായിട്ട് ഒരു സത്യം ഇവിടെ ഉണ്ട്. ജനങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു, വോട്ട് കൊടുത്തു. 50-ൽ പരം കൗൺസിലർ BJPക്ക് ഉണ്ടായി. ഇത് ഈ തിരുവനന്തപുരം മഹാനഗരത്തിൻ്റെ നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയായിരുന്നു. നാം അവസാന ഘട്ടത്തിൽ അറിഞ്ഞത് ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ഫണ്ട് എഴുതിയെടുക്കുന്നു, ഈ പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് ദളിതരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നു, നികുതിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നു, അങ്ങനെ പല തട്ടിപ്പുകൾ പുറത്തു വന്നു. തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് അതിലെ ഒരു ചെറിയ കഥ മാത്രമാണ്. അതെ, കാരണം കോവിഡ് സമയത്ത് താങ്കൾക്കറിയാമല്ലോ, ആറ്റൽ പൊങ്കാല നടന്നിട്ടില്ല. ഒരു വലിയ പണ്ടാര അടുപ്പിലുള്ള ഉരുളി പൊങ്കാല മാത്രം കോവിഡ് സമയമായതുകൊണ്ട് നടന്നതാണ്. അന്ന് കോവിഡ് കത്തി നിൽക്കുന്ന സമയം ഗവൺമെൻറ് ഓർഡർ ഇട്ട് പൊങ്കാല ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചു, അമ്മയുടെ നടയിൽ പൊങ്കാല അർപ്പിച്ചാൽ മതി എന്നുണ്ട്. വലിയ പൊങ്കാലത്തിൽ എല്ലാ നല്ല ഭക്തരായ ആൾക്കാർ കൊണ്ടുകൊടുത്ത അരിയിൽ ഒത്ത് പൊങ്കാലയിട്ടാണ് അന്ന് നടന്നത്. അത് അമ്മയ്ക്ക് പോലും, ആറ്റുകാൽ അമ്മയ്ക്ക് പോലും, നമ്മളും അവിടെ പോയി തൊഴുന്ന ശക്തിയുള്ളൊരമ്മയാണ്. എന്തായാലും അവിടെ ഒരു പ്രപഞ്ചശക്തിയുണ്ട്. ആ ശക്തിയെ സഹാക്കൾക്ക് ഇല്ലാതാക്കാൻ ഒക്കുകയില്ല. ഇനി എത്ര അന്ധവിശ്വാസമാണ് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ, അവരുടെ പല ആചാര്യന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്, മുടുപ്പര എന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോകുന്ന പെരയെന്നാണ് കണിയാപുരം രാമേന്ദ്രൻ പോലുള്ളവർ ആർട്ടുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതിനൊരു ശക്തിയുണ്ട്, പവിത്രതയുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നു. ആ അമ്മയുടെ നടയിൽ നടന്ന വലിയ പൊങ്കാലയ്ക്ക് പോലും കോട്ടമുകൾ, വട്ടിയൂർക്കാവിലുള്ള കോട്ടമുകളിലൊരു പൊളിഞ്ഞ ഹോട്ടലുണ്ട്, അതിൻ്റെ കള്ള ബില്ലെഴുതി 34 ലക്ഷം രൂപയ്ക്ക് ചാമ്പലും കല്ലും മാറ്റിയ തൊഴിലാളികൾക്ക് ആഹാരം മേടിച്ചു കൊടുത്തുകൊണ്ട് ബില്ലെഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യം ഇവർ ചെയ്തെന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കല്ലുകളെല്ലാം പറക്കി അവർ അടുക്കി എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിനെന്നാണ് ചെയ്തത്. അതൊന്നും ചെയ്തിട്ടില്ല. വെള്ളം കൊണ്ടുപോയ ടാങ്കറുകളിൽ നിരവധി അഴിമതി ആരോപണം. സന്നദ്ധ സംഘടനകളാണ് കൂടുതലും. കണ്ടിട്ടില്ലേ, പൊങ്കാല നടക്കുമ്പോൾ ഏത് ജംഗ്ഷൻ നോക്കിയാലും അന്ന് ഒരു ദിവസം 2 ദിവസം സ്ത്രീകളുടെ ശബരിമല, അമ്മമാരുടെ ഭരണമാണ് സഹോദരിമാർ. എല്ലാ സന്നദ്ധ സംഘടനകളും, ചെറിയ ക്ലബ്ബുകൾ, വലിയ ക്ലബ്ബുകൾ, ക്ഷേത്രങ്ങൾ, എന്തിനേറെ പറയുന്നു മണക്കാടുള്ള വലിയ പള്ളി, ചെറിയ പള്ളി, അവിടെ ഏറ്റവും ഒരു മതേതരത്വത്തിൻ്റെ മകുടോദാഹരണമാണ് മണക്കാടുള്ള ക്രിസ്ത്യൻ ചർച്ച്. ആ ഫാദർ വരെ തുറന്നു കൊടുക്കും, അവിടെ പൊങ്കാലയിടും, അവിടെ വരണവർക്കെല്ലാം ആഹാരം കൊടുക്കും. അങ്ങനെ വെള്ളം കൊടുത്തെന്നും ആഹാരം കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് പോലും 25 ലക്ഷം രൂപ ബില്ല്. ഓരോ പൊങ്കാല വരുമ്പോഴും നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥർക്കും, എല്ലാ ഉദ്യോഗസ്ഥരുമല്ല, ഇടതുപക്ഷ ഉദ്യോഗസ്ഥർക്കും ചില ഇടതുപക്ഷ കൗൺസിലർമാർക്കും എല്ലാം വളരെ സന്തോഷമാണ് പൊങ്കാല എത്താറാവുമ്പോൾ. നിരവധി കാര്യങ്ങൾ അവർക്ക് അഴിമതിയിലൂടെ ചെയ്യുവാൻ കഴിയും. നമ്മൾ നേരിട്ട് ലൈവ് കണ്ടതല്ലേ, ഒരു കൗൺസിലറിൻ്റെ ചെറിയൊരു റോഡ് ടാർ ചെയ്ത് പോകാൻ വേണ്ടി
കോൺട്രാക്റ്റിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ട് 5000 പോരാ കേട്ടോ, 1 ലക്ഷം രൂപയാണ് പടി. ആലോചിച്ച് നോക്കണം, ഇത് ഈ പൈസ എവിടുന്നാ? അമൃത് പദ്ധതി കേന്ദ്രം എവർ വിമർശിച്ച് മോഡിയെ ചീത്ത വിളിച്ച കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അമൃത് പദ്ധതി പൈസയാണ് ആ മുട്ടത്തറ കൗൺസിലർ വാങ്ങിച്ച് പാക്കറ്റ് ഇട്ടിട്ട് പോയത്. അപ്പോൾ അത്തരത്തിൽ കൊള്ളരുതായ്ത്ത അഴിമതികൾ എൻ്റെ വാർഡിൽ അറിയാമല്ലോ. നമ്മുടെ വാർഡിൽ വരുന്ന ഫണ്ടുകൾ വേറൊരു വാർഡിൽ ചിലവാക്കുന്നു. അത് അഴിമതിക്ക് അവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ടാണ്. പ്രശാന്ത് നഗർ ജംഗ്ഷനിൽ ഒരുപാട് നഗരമാണ്, അവിടെ അലോക്കേഷൻ ചെയ്ത ഫണ്ട് വേറെ മാറ്റുന്നു. അപ്പം എല്ലാ വാർഡുകളിലും അഴിമതി. ഊർജ പദ്ധതിയുണ്ട്, കേന്ദ്ര നഗരവികസന മന്ത്രാലയം പീയൂഷ് ഗോയലിൻ്റെ പദ്ധതിയാണ്. എനിക്കറിയാവുന്നുള്ള കാട്ടാക്കട നല്ല രീതിയിൽ അവിടുത്തെ MLA ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്ര ഊർജ പദ്ധതി അമൃത് പദ്ധതി ഉപയോഗിച്ചു. വെള്ളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നും വെള്ളം കിട്ടാത്ത വാർഡുകളുണ്ട്. ഇവിടെ നല്ല ഫണ്ട് കൊടുത്തു, ഫണ്ട് വകമാറ്റി കൊടുത്ത ഫണ്ട് വെട്ടിപ്പ്. പിന്നെ വേറൊരു ഇതുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന PMI പദ്ധതി പ്രകാരം വീട് അനുവദിക്കും. നഗരസഭയിൽ കൗൺസിലർമാർ തന്നെ ബിനാമിയായിട്ട് നിന്ന് ചെങ്കോട്ടുകോണം, നേമം, വിളവുറുക്കൽ, നമ്മുടെ ബാലരാരൻ സൈഡിലൊക്കെ ചതുപ്പ് വയലുകൾ മേടിച്ച് മണ്ണ് നികത്തി 20,000, 30,000, 50,000 രൂപയ്ക്കായിരിക്കും വയൽ മേടിക്കുന്നത്. അവിടുത്തെ വില്ലേജ് ഓഫീസറെയും സഖാക്കളെയൊക്കെ സ്വാധീനിച്ച് മണ്ണിട്ട് നികത്തും. എന്നിട്ട് ഭവന പദ്ധതിയുടെ കോർപ്പറേഷൻ കൊടുക്കുന്ന 3 സെൻറ്റ് ഇവർ ഈ 20,000, 80,000 വാങ്ങിക്കുന്ന ഭൂമിയെ 4 ലക്ഷം രൂപയ്ക്ക് കേന്ദ്ര PM പദ്ധതിയുടെ പൈസ എടുക്കുവാൻ വേണ്ടി മറച്ചു വിൽക്കും. എന്തൊരു ദ്രോഹമെന്നറിയാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇത്തരത്തിലുള്ള അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ വന്നിട്ടില്ല. കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി, സൈക്കിളുണ്ട്, ലാപ്ടോപ്പുണ്ട് ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അത് ഇന്ന ജാതിയൊന്നോ മതമോ ഇല്ല. PM എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതി കൊടുക്കണമെന്ന് പറഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ ഫണ്ട് കൊള്ളയടിച്ചു. എന്തിനേറെ പറയുന്നു, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് കൊടുത്ത ഫണ്ട് പോലും കൈയിട്ട് വാരി കറക്റ്റ് ഉപയോഗിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ വേതനം ശരിക്കും എടുത്തതെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി പല പെൻഷനും വീട്ടിൽ കൊണ്ടെത്തിക്കും. അതോടൊപ്പം തന്നെ ഈ താൽക്കാലിക ജീവനക്കാരെ വലിയൊരു അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇത് ഇത്രയും. അപ്പോൾ ഇതെല്ലാം ചെയ്ത ഫയലുകൾ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും, മേയർ എന്ന് പറഞ്ഞാൽ വേറൊന്ന്, ഡെപ്യൂട്ടി മേയർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഴിമതി വീരനാണ്. ബിസിനസ് സാമ്രാജ്യമാണ് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും ഹോട്ടലും കാര്യങ്ങളും ഈ 5 വർഷം കൊണ്ട് അവർ സമ്പാദിച്ചു. ഇനിയൊരു വ്യാഴവട്ടക്കാലം അവർക്ക് ദരിദ്രമില്ലാതെ കഴിയണം. ഇതായിരുന്നു കമ്മ്യൂണിസം. അവരെ മുദ്രാവാക്യം വേറൊന്ന്, പെറ്റി ബൂർഷയായി മാറിക്കൊണ്ടിരിക്കുന്ന സഖാക്കളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകളൊക്കെ പട്ടത്ത് തോറ്റത്. അവിടുത്തെ ഓരോ ഈ ചെവരിവൻ വ്യക്തികൾക്കും അദ്ദേഹം അഴിമതിക്കാരനാണ്, സാമ്പത്തികശേഷി ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഫയലുകളെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 25-30 സീറ്റിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഴിമതി ഫയലെല്ലാം കോർപ്പറേഷൻ മുക്കിക്കുകയാണ്. ഇനി എത്ര മുക്കിയാലും ഒരു കൊലപാതകം നടന്ന ഒരു തലനാരികയെങ്കിലും അവിടെ കാണുമെന്ന് പറഞ്ഞ പോലെ, ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കച്ചിത്തുരുമ്പുകൾ അവിടെ കാണും. അത് നല്ലൊരു അന്വേഷണത്തിലേക്ക് പോകും. ഇനിയൊരു വ്യാഴവട്ടക്കാലം തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ഭരണം പ്രതീക്ഷിക്കേണ്ട. ആദ്യം BJP നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയാൽ അഴിമതിയുടെ എല്ലാ ഫയലുകളും അന്വേഷിക്കും. അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ വച്ച്, വേണ്ടി വന്നാൽ സുപ്രീം പവറുള്ള കേന്ദ്ര ഏജൻസികൾ വരെ അന്വേഷിക്കും. ജനം അറിയണം, ഈ 45 വർഷക്കാലം നമ്മൾ കൊടുത്ത നികുതികൾ, വീട്ടുകരം എൻ്റെ വീട്ടിൽ 1000 രൂപ കരം കൊടുത്തുകൊണ്ടിരുന്ന വീട്ടിനെ ഈ നെറുകെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറയുന്ന ഒരു കൂട്ടിയത് 10,000 രൂപയാണ്. ഒറ്റയടിക്ക് ഒരു 2,500, 3,000 ആക്ക്, 10,000 കരം.
ഇത് ഇന്ത്യയിലെ ഇത് മെട്രോപൊളിറ്റൻ നഗരമാണോ? ഈ 10,000 രൂപ കരം കൂട്ടിയാൽ കുടിക്കാൻ വെള്ളമില്ല, കാണാൻ കറണ്ടില്ല, വെളിച്ചമില്ല, സഞ്ചാരയോഗ്യമൊക്കെ റോഡുകളില്ല, യാത്ര ചെയ്യാൻ ബസ്സുകളില്ല. പിന്നെ എന്തിനാണ് 1000 രൂപയോ 10,000 രൂപയോ ഇവരാക്കുന്നത്? വാണ്ടിയർ ടാക്സ് 15 വർഷത്തേക്ക് ഒത്തു മേടിക്കുകയാണ്. നല്ല രീതിയിൽ റോഡിൽ കൂടി പോകാൻ നോക്കൂല. ഏത് കുട്ടി പോയാലും കട്ടറിക്കർ മഴയത്ത് പോകുകയാണെങ്കിൽ എത്ര കുട്ടികളെ തല പൊട്ടിയിട്ടുണ്ട്. റോഡുകൾ സുതാര്യമല്ല. കേന്ദ്രം കൊടുത്ത അമൃത് പദ്ധതിയുടെ റോഡുകളുടെ മിക്ക ഫണ്ടുകളും പല വാർഡുകളും പോയി നോക്കൂ, കുണ്ടും കുഴിയും സഞ്ചാരയോഗ്യമല്ല വാർഡ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആ കാശും വെട്ടിച്ചു. അങ്ങനെ അഴിമതിയുടെ കൂമ്പാരമായ തിരുവനന്തപുരം നഗരസഭയെ രക്ഷിക്കുവാൻ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചതാണ് BJP 26-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് BJP ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇല്ലെന്ന് പറയുന്നില്ല. നല്ല രീതിയിൽ ഈ കിഴഞ്ഞ് ശ്രമിച്ച് ഈ അഴിമതി നടത്തിയ പൊങ്കാലയിട്ടേണ്ട ബീഫും ബറോട്ടയും നിന്ന സ്ഥലത്ത് നിന്ന് ബില്ലൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് എല്ലാം ചെയ്തു. പല ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ നമ്മൾ അടയ്ക്കുന്ന നികുതി ടാക്സ് പല സഹാക്കൾ അവരുടെ യൂണിയനിൽപ്പെട്ടവരിരുന്ന് അവർ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അവിടെ ട്രഷറിയിലേക്ക് പോകുന്നില്ല. എന്തിനേറെ പറയണു, അവസാനമായിട്ട് ബാലൻസ് എമൗണ്ട് പോലും ട്രഷറിയിലേക്ക് വകമാറ്റിയിരിക്കുന്നു. ഇനി BJP വരുമ്പം ഫണ്ട് വേണ്ട, അവർ ആ രീതിയിൽ ജനം ബുദ്ധിമുട്ടണം എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് നമ്മളും കൊടുത്ത കരങ്ങൾ ഉപയോഗിച്ച് അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന തറവാട്ട് സ്വത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും നികുതികളുടെ കാശ് വക മാറ്റിയിരിക്കുന്നു. ഇതിലൊന്നും BJP വരെയല്ല. അവർ ശക്തമായി കേന്ദ്രത്തിൽ ഇടപെടും. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അവർ ചോദിച്ചു വാങ്ങും. നല്ല രീതിയിലുള്ള ഭരണം അവർ കാഴ്ചവയ്ക്കും. ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ കൽത്തുറുങ്കിൽ അടയ്ക്കേണ്ട രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ച് അന്വേഷണം കൊണ്ടുപോകണം. അതിന് ജനം തിരുവനന്തപുരം നഗരസഭയിൽ കൂടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യാത്രാക്ലേശം ആദ്യം ചെയ്യുവാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലെ നമ്മുടെ BJPയുടെ സംസ്ഥാന നേതൃത്വവും ഇവരും ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഇലക്ട്രോണിക്സ് ബസ്സുകൾ വരുത്തും. ചെറിയ ചെറിയ ബസ്സുകൾ. യാത്രാക്ലേശം വളരെ നിങ്ങൾക്കറിയാമല്ലോ. അന്തിയിരുന്ന് ഇവിടം വരെ വരുമ്പം ബാലരാരത്തു നിന്ന് എത്ര ബസ്സുണ്ടെന്നുള്ളത്. അവിടുത്തെ തമിഴ്നാട് ബസ്സുള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു പോകുന്നു. അതിനുള്ള പരിപാടി ചെയ്യും. എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കേണ്ട കേന്ദ്ര ഊർജ്ജ പദ്ധതിയുള്ള ഫണ്ട് കൊണ്ടുവരിപ്പിക്കും. ചുമ്മായല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. 45 ദിവസത്തിനകത്ത് തന്നെ ചിലപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോലും പ്രധാനമന്ത്രി വന്നുകൂടുന്നില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തോടും കേരളത്തോടും പ്രത്യേക ഒരു മമതയുണ്ട്. ഈ കേരളം ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറയുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളമാണ്. ഈ കേരളത്തെ രക്ഷിക്കുവാൻ ഈശ്വരനായിട്ടാണ് ഇവിടെ നഗരസഭയിൽ BJP വരുന്നതും സാധാരണക്കാരെ പ്രശ്നം അറിയുന്നൊരു പ്രധാനമന്ത്രി ഇവിടെ വരുമെന്ന് പറയുന്നത് 45 ദിവസത്തിന് വരും. ഇവിടുത്തെ ഓരോ വാർഡിൻ്റെയും പദ്ധതി അദ്ദേഹം വന്ന് ഡിക്ലെയർ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് കരുത്തുള്ള ഒരു നേതൃത്വം സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം കേരളത്തിനകത്തുണ്ട്. കെൽപ്പുണ്ട്. ഇവർ പറഞ്ഞ ബഹുമാനപ്പെട്ട PM ഓണറബിൾ PM ട്രിവാൻഡ്രത്ത് വരണമെന്ന് പറഞ്ഞാൽ PM വരികയും ചെയ്യും. ഇത്രയും തിരക്കുണ്ടെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് വരും. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേണ്ടി 20-30 കോടി രൂപ കൊടുത്തതാണ്. കറക്റ്റ് അവിടെ വിനിയോഗിച്ചിട്ടില്ല. എങ്ങനെയാണ് പണ്ടൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം കിടന്നിരുന്നത്? അത് കേന്ദ്ര പദ്ധതിയുടെ കാശാണ്. ഇത് ജനങ്ങൾക്കറിയാം. ഈ കാണുന്ന വഴുതക്കാട് നിന്ന് കിള്ളിപ്പാലം വരെ പോകുന്ന റോഡ് പദ്ധതി, ആറ്റുകാൽ ക്ഷേത്രം, അവിടെ നിന്ന് ഈ കേന്ദ്ര ഹെറിറ്റേജ് പദ്ധതിയാണത്. ഭക്തി ടൂറിസം പദ്ധതിയിൽ ക്ഷേത്രങ്ങളെയും പള്ളികളെയും ഉൾപ്പെടുത്തി. അത് നേരെ ഭീമാവള്ളി പോവും. ഭീമാവള്ളിയിൽ നിന്ന് ആ റോഡ് നേരെ കറങ്ങി വെട്ടുകാട് വരും. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും സന്ദർശിക്കുന്ന ഒരു പദ്ധതി കേരളത്തിൻ്റെ പിൽഗ്രീഡ് ടൂറിസത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. അതിനു വേണ്ടി കൊടുത്തത് കിള്ളിപ്പാലം വരെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആ ഫണ്ട് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടില്ല. എന്താ നഗരവികസന മന്ത്രാലയം കേന്ദ്രം പറഞ്ഞത്? ഓരോ നോംസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ട് തരുമ്പം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കറക്റ്റ് കണക്ക് കേന്ദ്രത്തിന് കൊടുക്കണം. ഇവർ പൈസ തരുന്നില്ല എന്ന് പറയുന്നു ലേഖകൻ.
പക്ഷേ കറക്റ്റ് കണക്ക് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുമെങ്കിൽ എനിക്ക് തന്ന ശമ്പളത്തിന് ഞാൻ 200 രൂപ വെച്ച് ഓരോ ദിവസം വാങ്ങിക്കുമ്പോൾ മുതലാളി പട്ടറയിലിരിക്കുന്നവർ എഴുതി വയ്ക്കൂലേ? അതുപോലെ കേന്ദ്രം കൊടുത്ത ഫണ്ട് കണക്ക് ചോദിക്കുമ്പോൾ കണക്കില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയണത് എന്താണ്? ഫണ്ടില്ല. ഏതൊരു സിനിമയിൽ നെടുമുടി വേണോ ചേട്ടാ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടിയില്ല. അതുപോലെയാണ് ഇവിടെ ഒന്നും തന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ എല്ലാം ജനം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു പ്രഹാരം കൊടുത്തത്. ഈ പ്രഹാരം കൊടുത്ത ഇനി ബി ജെ പി അറിയാം. അഹമ്മദാബാദ് BJP അധികാരത്തിൽ വന്നു, ബാംഗ്ലൂർ അധികാരത്തിൽ വന്നു, ബോംബെ അധികാരത്തിൽ വന്നു, ഡൽഹിയിൽ അധികാരത്തിലുണ്ട്, പല സൂറത്ത് പല നഗരങ്ങൾ, ഉത്തരേന്ത്യൻ പല നഗരങ്ങളിലും കോൺഗ്രസിൻ്റെ അഴിമതി കണ്ട് ഈ നഗരസഭകളൊന്നും ഇതുവരെയും BJP കൈവിട്ടു പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോയി ആദ്യം ചെയ്യേണ്ടത് ഈ മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയ്ത അഴിമതികൾ. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എന്ത് അഴിമതിയെന്നറിയാം. നമ്മുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തി, പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം എഴുത്തെഴുതിയാണ്, ഇതാ 74 പേര് ഞാൻ അയക്കുന്നു, ലെറ്റർ പേഡ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് മാട്ടിക്കടയിൽ നിന്ന് ലെറ്റർ പേഡ് കയറിയിട്ട് മേയർക്ക് കൊടുക്കുകയാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നാണ് നിയമനം ചെയ്യേണ്ടത്. 850 PSC എംപ്ലോയീസേ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളൂ. ബാക്കി 900 പേരും അനധികൃതമായിട്ട് ലെറ്റർ പേഡ് വഴി ഉപയോഗിച്ചിരിക്കുന്നതാണ്. മൊത്തം 3000 തൊഴിലാളികളെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളൂ. ബാക്കി വന്നിരിക്കുന്നത് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കേണ്ട PMയിലും ഊർജ്ജ പദ്ധതിക്കുമുള്ള കരാർ തൊഴിലാളി സ്റ്റാഫുകൾ, പിന്നെ അല്ലാതെ 1000 ടെമ്പററി സ്റ്റാഫുകൾ സ്ഥിരം ശമ്പളം കൊടുക്കണമെങ്കിൽ തന്നെയും. ഇത്രയും അഴിമതി കാണിച്ചിട്ടും 290 കോടി രൂപ എന്തോ ഖജനാവിൽ ബാലൻസ് ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിലാണ് 200 കോടി രൂപ അവർ ട്രഷറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവർ അഴിമതി കാണിക്കാതെ സുതാര്യമായ രീതിയിൽ ടാക്സികൾ പിരിച്ചിരുന്നെങ്കിൽ എന്ത് ഫലഭൂഷ്ടമായൊരു നഗരസഭയാണ് തിരുവനന്തപുരം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ശരിയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കുവാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നും അയ്യപ്പന്മാർ വരുന്നു. ആ അയ്യപ്പന്മാർക്ക് മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലമില്ല അവിടെ. അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം അവർക്ക് ഇല്ല. ഇവർക്കിവിടെ അഴിമതി കാണിക്കാൻ നേരമുള്ളൂ. പട്ടവും മെഡിക്കൽ കോളേജും എവിടെ നോക്കിയാലും നമ്മളൊരു ബൈക്ക് കൊണ്ടുവച്ചാൽ പോലും കൂപ്പണിൽ ഓടിക്കൊണ്ട് വരികയാണ് ആൾക്കാർ. ഗാന്ധി പാർക്കിനകത്ത് 1 മണിക്കൂർ വയ്ക്കണമെങ്കിൽ 10 രൂപ ബൈക്കിന്, കാറിന് 30 രൂപ, പിന്നെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും പെർ മണിക്കൂർ. ഈ കാശൊക്കെ എവിടെ പോകുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി പാർക്കിംഗ് മേഖലകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നമ്മൾ ബാംഗ്ലൂർ ചെന്ന് നോക്കണം. ഒരു വണ്ടി ഈസ്റ്റ് പോർട്ടിൽ നിന്ന് സിറ്റി ബസ്സിൽ കയറി മെഡിക്കൽ കോളേജിൽ ഇറങ്ങണമെങ്കിൽ എത്ര ദുബായിൽ നിന്ന് തിരുവനന്തപുരത്ത് വരണ സമയമെടുക്കും. ഇവിടുന്ന് നെയ്യാറ്റിൻകര പോകേണ്ട ട്രാഫിക്, റോഡുകൾ സൗകര്യമില്ല, അതിന് ബസ് ബേകളില്ല. ബാംഗ്ലൂർ ചെന്നിട്ട് നമ്മൾ MG റോഡിൽ കൂടി പോയിട്ട് മെജസ്ട്രിക്ക് പോണ റോഡിൽ ലേഖൻ പോയിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂർ പോയിട്ടുണ്ടല്ലോ, അറിയാം. ഒരു ബസ് വന്നാൽ ഒതുങ്ങി നിർന്ന ബാക്കി വണ്ടികൾ പുറകെ നിന്ന് നിൽക്കണ്ട, ക്യൂ ആന്ന് പോകണ്ട. ഇത് നമ്മൾ ഇവിടുന്ന് PMG മുതൽ മെഡിക്കൽ കോളേജ് വരെ പോവുകയാണെങ്കിൽ ഒരു KSRTC ബസ് പോയാൽ ഒത്ത ബാക്കിൽ നിന്നേ നമുക്ക് ഇങ്ങനെ താറാക്കോഴി പോകുമ്പോൾ പോകാൻ പോകുള്ളൂ. ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുന്നില്ല. ബാംഗ്ലൂർ എന്ത് സുന്ദരമായിട്ട് ഒരു നഗരം പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇത്രയും വിസ്തൃതിയെ ബാംഗ്ലൂരിനുള്ളൂ. നല്ല രീതിയിലുള്ള ബസ് ബേ വന്നു, ഒതുങ്ങി നിൽക്കുന്നു, അടിയിൽ കൂടി തുരങ്കം ചെയ്ത് മുകളിൽ കയറി ഒതുക്കി നിർത്തുന്നു. ഇവിടെ ചെയ്യാമല്ലോ. ഇവിടെ ആയുർവേദ കോളേജിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലുകാരൻ പിരിക്കുന്നു. അവിടെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ അവിടെ ഇത്രയും തിരക്കുള്ള ഒരു ആയുർവേദ കോളേജിൻ്റെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ വണ്ടി പാർക്കിങ്ങിന് കൊടുത്തിരിക്കുന്നു. ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ വ്യവസായവൽക്കരണവും അഴിമതിയും കൊള്ളയും കൊള്ളിവെപ്പും സ്വജനപക്ഷപാതവുമാണ് തിരുവനന്തപുരം നഗരസഭ നടത്തിക്കൊണ്ടിരുന്നത്. പണ്ടൊക്കെ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തിരുവനന്തപുരം കാണാനൊക്കെ വരും. മധുസാറിൻ്റെ സിനിമ കാണാനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കാണാനൊക്കെ. പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ സുന്ദരമായ സ്ഥലമാണ്. ഓരോ സൈഡിലും റോസാപ്പൂവൊക്കെ. അന്ന് MP പത്മനാഭൻ സാറാണ് മേയർ.
നമ്മൾ പാളയം വഴിയൊക്കെ കണ്ടിട്ടില്ലേ? പാളയത്തൊക്കെ പോകുകയാണെങ്കിൽ മ്യൂസിയത്തിൽ പോകണമെങ്കിൽ റോസാ ചെടികളും കൊണ്ട് വിദേശികൾ വന്നാൽ ബ്യൂട്ടിഫുൾ സിറ്റി എന്നാണ് കോവളത്ത് വരുന്ന ടൂറിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് മൂക്കുപൊത്തി നടക്കാൻ പറ്റാത്ത, ചിങ്ങമാസം ആകുമ്പോൾ കോട്ടയ്ക്കകത്ത് പോകുമ്പോൾ എല്ലാ കല്യാണ മണ്ഡപത്തിലും എച്ചിൽ ഇലകൾ റോഡിൽ കൊണ്ടിടും. അത് തിന്നുവാൻ വരുന്ന പട്ടികൾ നടക്കാൻ പോകുന്ന വഴിയാത്രക്കാരെ കടിക്കും. അങ്ങനെ നായ്ശല്യം വന്ധീകരണത്തിന് വേണ്ടി കാശുണ്ട്. എല്ലാ നായ്കളെയും വന്ധീകരിക്കണമെന്ന് പറഞ്ഞ് കാശ് കൊടുക്കണവർ കാശ് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവും. പട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട്, തിരുമല എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടും. തിരിച്ചത് വീണ്ടും സിറ്റി വരും. പട്ടികൾ പെരുകുന്നു. നായ്ക്കളെ സംരക്ഷിക്കുവാൻ നമ്മുടെ സൂറത്ത് നഗരത്തിൽ പോയാൽ കാണാൻ പറ്റും, ബറോഡ നഗരത്തിൽ പോയാൽ കാണാൻ പറ്റും. വളരെ രീതിയിൽ ഫാമൊക്കെ ചെയ്ത് ആഹാരം കൊടുത്ത് പദ്ധതി അതിനുള്ളതുണ്ട് നായ്ക്കളെ സംരക്ഷിക്കാൻ. അതിവിടെ ചെയ്യാം. നല്ലൊരു ഹെൽത്ത് ഡിസ്പെൻസറി സോണൽ ഓഫീസുകളിലില്ല, അറിയാം. ഈ ആശാവർക്കർമാരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, ഗുളികയില്ല. ഈ ഗർഭിണികളാവുമ്പം കോളനികളിലൊക്കെ താമസിക്കുന്നവർക്ക് ആ സോണൽ ഓഫീസിൽ ഹെൽത്തിൻ്റെ ഉണ്ട്. ഇവിടെ എന്തിനാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി? ഒരു കമ്മിറ്റികളും സുതാര്യമല്ല, എല്ലാ അഴിമതികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഗരസഭയിൽ നല്ല കാര്യങ്ങൾ BJP ചെയ്യും. ഇനി ഒരു വ്യാഴവട്ടക്കാലം അടുത്തും BJP തന്നെ ഈ നഗരസഭ വരും. ഇവിടുത്തെ ഭരണം കണ്ടുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് എത്ര MLA കിട്ടുമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനുള്ള ഫണ്ട് മേടിക്കേണ്ട കൽപ്പുള്ള ഒരു നേതൃത്വം കേരളത്തിനുണ്ട്, ഈ നഗരസഭയുടെ കൗൺസിലർമാർക്കുമുണ്ട്. അപ്പോൾ ആദ്യം നഗരസഭ ചെയ്യേണ്ടത് ഈ 45 വർഷം ഇവർ ചെയ്ത അഴിമതി കണ്ടുപിടിക്കുക, അതിനെതിരെ കേസുകളാക്കുക, കൽത്തുറങ്കിൽ അടയ്ക്കുക. കാരണം ഒന്നിനും നിവർത്തിയില്ലാത്ത നേതാക്കളല്ല ഇന്ന് കോടീശ്വരന്മാരാണ്. ഇതിനെവിടെ ഒന്ന് വീട്ടിനകത്ത് സാമ്പത്തിക ശേഷി വേണം, വസ്തുവകകൾ വേണം, അല്ലെങ്കിൽ ജോലി വേണം. ഇതൊന്നുമില്ല. രാവിലെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞങ്ങ് ഇറങ്ങുന്നു. വളരെ ഭൂപ്രകളാണ്, ബിനാമി സ്വത്തുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വരുന്ന കൗൺസില് ഈ ഹരിജന ഗിരിജനങ്ങൾക്കൂടെ ഫണ്ട് വെട്ടിച്ചത്, ആറ്റേൽ പൊങ്കാലയുടെ ഫണ്ട് വെട്ടിച്ചത്, ഇവിടുത്തെ അമൃത് പദ്ധതിക്ക് കൊടുത്ത കാശുകൾ വിനിയോഗിക്കാത്തത്, PWDയുടെ പൈസകൾ വിനിയോഗിക്കാത്തത്, കൊച്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വെട്ടിച്ചത്, അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസകൾ വെട്ടിച്ച ഉദ്യോഗസ്ഥന്മാർ ചെയ്യണമെങ്കിൽ മുകളിലുള്ള സപ്പോർട്ടുള്ളതുകൊണ്ട് ചെയ്യുന്നത്. ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവർ റോഡുകളിൽ ഫ്ലക്സ് വയ്ക്കുന്നത് പോലെ എല്ലാ പ്രധാന 10 പേർ കൂടുന്ന സ്ഥലത്തും പ്രചരണ ബോർഡുകൾ വയ്ക്കണം. ഇവരുടെ ഭരണകാലത്ത് ചെയ്ത അഴിമതികൾ ഇതാണെന്ന് പറഞ്ഞ് സുതാര്യമായ കേന്ദ്ര ഫണ്ട്, പഴയതുപോലെയല്ല ഇപ്പോഴും. കേന്ദ്രത്തിൽ നിന്ന് നഗരസഭ എന്ന് പറയുന്നൊരു മന്ത്രാലയം തന്നെ കേന്ദ്രത്തിനുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് നഗരവികസന മന്ത്രാലയം. ഓരോ നഗരങ്ങളെ മോടി പിടിപ്പിക്കുക എന്നുള്ള പദ്ധതിയിൽ ഈ നഗരത്തെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണ് എങ്കിൽ, സുതാര്യമായൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, അഴിമതിരഹിതമായൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരിക്കലും ഇനി UDFനോ LDFനോ തിരുവനന്തപുരം നഗരസഭ കിട്ടുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.